ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിപ്പാൻ പരിശുദ്ധ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹീത സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവിനെ മനസ്സു തുറന്ന് സ്തോത്രം ചെയ്ത് സ്തുതിച്ച് പുകഴ്ത്തി ആരാധിച്ചുകൊണ്ട് ദൈവവചന ധ്യാനത്തിന് നമ്മൾ ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഈടുറ്റ ദൈവിക ചിന്തകൾ നമ്മെ ശക്തീകരിപ്പാൻ തക്കവണ്ണം, നമ്മെ ഉറപ്പിക്കാൻ തക്കവണ്ണം ഇന്നും ദൈവം നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോട് പറയാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന സ്വർഗീയ ദൂതിന് ആധാരമായ വാക്യം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. മർക്കോസ് 14-16 വാക്യം. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്ന് യേശു തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. യേശു തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. യേശു തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. ആ ഒരു വാചകം ഇന്നത്തെ ധ്യാനത്തിന്, ഇന്നത്തെ ചിന്തയ്ക്ക് ഉതകുന്നത് എന്ന് എൻ്റെ മനസ്സിന് ബോധ്യപ്പെട്ടതുകൊണ്ട് ആ ഒരു ഭാഗം നിങ്ങളോട് ഊന്നിപ്പറയാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ആദ്യമേ പറയാം, കർത്താവിനോട് കൂടെയുള്ള വാസം, യേശുവിനോട് കൂടെയുള്ള യാത്ര, ക്രിസ്തീയ ജീവിതം, അത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ മുമ്പിൽ അനിവാര്യവും ആവശ്യമായി വരുമ്പോഴൊക്കെയും കർത്താവ് കൂടെയുള്ളപ്പോൾ അതിനെക്കുറിച്ചൊന്നും വിചാരപ്പെടേണ്ടി വരാതെ എല്ലാ കാര്യങ്ങളും കർത്താവുമായിട്ട് സംഭാഷിച്ചും സഹവർത്തിത്വം നടത്തിയും ചോദിച്ചും പറഞ്ഞുമൊക്കെ ഇരിക്കുമ്പോൾ ഏതൊരാവശ്യവും സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പുത്രൻ, നമ്മുടെ രക്ഷകൻ, ഒരുക്കിയും കരുതിയും എല്ലാം വെച്ചിരിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ്. യേശുവിനോട് കൂടെ പോകുന്ന സമയത്ത് പല പല ആവശ്യങ്ങൾ, കാര്യങ്ങൾ വരുമ്പോഴൊക്കെ കർത്താവിനോടത് സംഭാഷിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ കർത്താവ് അതെല്ലാം മുന്നൊരുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ആത്മീയത്തിൽ നമ്മളിൽ പലരും പലവട്ടം അനുഭവിച്ചിട്ടുള്ളതാണ്. ഈ പറയപ്പെടുന്ന കാര്യം അഥവാ ശിഷ്യന്മാരോട് യേശു പറഞ്ഞ കാര്യം, അതിൻ്റെ പശ്ചാത്തലം കർത്താവിൻ്റെ അവസാനത്തെ ഈ ഭൂമിയിൽ താനായിരുന്നപ്പോൾ അവസാനത്തെ പെസഹ വരികയാണ്. 33.5 വർഷമാണല്ലോ കർത്താവ് ഈ ഭൂമിയിലായിരുന്നത്. അപ്പോൾ ആ പ്രത്യേക സന്ദർഭത്തിൽ അവസാനത്തെ പെസഹ അടുത്തു വരുന്നു. ആ പെസഹായിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത് എന്ന ചോദ്യത്തോട് ബന്ധപ്പെട്ടാണ് ഈ പാരഗ്രാഫിനകത്ത് കർത്താവ് ചില കാര്യങ്ങൾ പറയുകയും അതൊരാശ്ചര്യം, ചിന്തിക്കുന്നവർക്ക് അത്ഭുതകരമാണ്. അപ്പോൾ ഇന്നത്തെ ചിന്തയിൽ ഞാൻ ഈ തലക്കുറിമാനം അഥവാ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ നാം കർത്താവ് പറഞ്ഞതുപോലെയുള്ളത് കാണേണ്ടതിന് അതൊരു വലിയ അത്ഭുതമാണ്. എന്നോടെൻ്റെ യേശു എന്ത് പറഞ്ഞോ അതുപോലെ തന്നെയുള്ളത് ഞാൻ കണ്ടു, ഞാൻ അനുഭവിച്ചു, എനിക്ക് കിട്ടി എന്ന് പറയുന്നത് എത്ര സുന്ദരമാണ് ദൈവമക്കളെ. ഞാനിങ്ങനെ നെഞ്ചു തിരുമ്മി എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോൾ വഴി കിടന്ന് കിട്ടിയതുപോലെ ഏതാണ്ട് ഒന്ന് കിട്ടിയെന്നല്ല. നമ്മുടെ നാളുകളിലേക്കുള്ളത്, നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അനിവാര്യമായി വരുന്നത്, അതെല്ലാം കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് കൃത്യമായി പറയും. ഞാൻ നിങ്ങൾക്കുള്ള ദൂതായി പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞിനൊരു ജോലി വേണ്ടി വരുമ്പോൾ, ഒരു അഡ്മിഷൻ വേണ്ടി വരുമ്പോൾ, നിങ്ങൾക്ക് ഒരു വീടില്ലാതെ ദൈവത്തോട് വാടക വീട്ടിൽ കിടന്ന് കരയുമ്പോൾ, ദൈവത്തോട് ചോദിക്കുമ്പോൾ, നിങ്ങൾക്കൊരു ഭാവി സംബന്ധമായ കാര്യം, നിങ്ങളൊരു ദൈവദാസനാണെങ്കിൽ നിങ്ങളിനി എന്ത് ചെയ്യണം, എവിടെ പോയി വേല ചെയ്യണം, ഇതൊക്കെ മനുഷ്യൻ ആശങ്കപ്പെടുന്ന കാര്യമാണ്. എത്രയോ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ കുഞ്ഞിൻ്റെ ഒരു വിവാഹക്കാര്യം വന്നിട്ടുണ്ട്, 2-3 പേര് വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, വന്നിപ്പോൾ ഏത് വേണം, എല്ലാം ഒരുപോലെ ഇരിക്കുന്നു, ഏത് ആയിരിക്കും ദൈവഹിതം എന്നൊക്കെ സാധാരണക്കാരൻ്റെ രീതിയിൽ ചോദിക്കാറുണ്ട്. വസ്തു മേടിക്കുന്ന കാര്യം വരുമ്പോൾ അതെവിടെ ആയിരിക്കണം ഇതൊക്കെ. അപ്പം മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന് ഇഷ്ടമുള്ളത്, ദൈവഹിതമുള്ളത് നടക്കണമെന്നും ദൈവമായ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം സാധിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മോട് പറയും, നിനക്കൊരു വീട്. ഞങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ കൃത്യമായിട്ടും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ദൈവമക്കളെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓർമ്മ വെച്ച് വളർന്നു വരുന്ന കാലം, ഒരു 17-18 വയസ്സ് വരെയുള്ള കാലം, ഞങ്ങളുടെ അന്നത്തെ കഷ്ടകാലത്ത് ഒരു ചെറിയ ഓലപ്പുരയിൽ കിടക്കുന്ന സമയത്താണ് ഞങ്ങൾ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്.
എൻ്റെ അപ്പനോട് ഒരു വീട് വേണമെന്ന് ഒത്തിരി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും വരാത്തൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ സ്നേഹത്തോടെ പ്രാർത്ഥനക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു കുടിലിനകത്തൊരു കസേര പോലും ഇല്ലാത്ത വീട്ടിൽ, അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊരു ട്രാജഡി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സിമ്പതിക്ക് വേണ്ടി പറയുന്നില്ല, അന്നൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷെ അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചു ഒരു വീടുണ്ടായിരുന്നെങ്കിൽ. ഒരു ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ അന്നത്തെ ശക്തനായിരുന്നൊരു പ്രവാചകൻ എൻ്റെ അപ്പൻ്റെ തലയിൽ കൈവച്ചിട്ട് കൃത്യമായി പറഞ്ഞു, നിനക്കൊരു വീട് തരാൻ പോകുകയാണ്. ആ വീട് ഇത്രത്തോളം പുരയിടം കാണും, അതിനകത്ത് ഇത്ര തരം ഫലവൃക്ഷങ്ങൾ കാണും, ആ വീട് ഇന്ന ദിക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നതായിരിക്കും, ആ വീടിൻ്റെ മുൻമുറ്റത്ത് കിണറുള്ളതായിരിക്കും, ആ വീടിന് ഇത്ര മുറികളുണ്ടായിരിക്കും. പറയുമെന്ന് ദൈവം പറയും. നമ്മൾ ലോട്ടറി കച്ചവടക്കാരനെ പോലെയോ അല്ലെങ്കിൽ കൈനോട്ടക്കാരനെ പോലെയോ നമ്മളിങ്ങനെ അങ്ങനെ രീതിയിൽ കർത്താവിൻ്റെ ദാസന്മാരെ ഉപയോഗിക്കാതെ ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ആരിലൂടെയെങ്കിലും പറയും. അപ്പോൾ കൃത്യമായി പറഞ്ഞതുപോലുള്ളൊരു ഭവനം ഞങ്ങൾക്ക് കിട്ടി. എത്ര പേരതിന് സാക്ഷികളാണ്. അപ്പോൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം കൃത്യമായി പറയും. ദൈവത്തോട് പറയണം, അല്ലാതെ ഏതെങ്കിലും ഉപദേശിമാരുടെ ഇടയ്ക്ക് പോയിട്ട് ഒന്ന് പറയാമോ ചോദിക്കാമോ എന്ന് ചോദിക്കുകയല്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് കണ്ണുനീരോടെ ആരും കേൾക്കാതെ പറയണം, ഞാൻ അല്പജ്ഞാനിയാണ് കർത്താവേ, എനിക്കറിയില്ലപ്പ, എനിക്ക് പറഞ്ഞു തരാൻ പറയുമ്പോൾ കൃത്യമായും പറഞ്ഞു തരും. ആ പറയുന്നത് പോലെ തന്നെ ഉള്ളത് കാണാൻ കഴിയും. പറയുന്നത് ഒരുപക്ഷെ ഒരു ദൈവദാസനിൽ കൂടെയൊക്കെ ആയിരിക്കും, അതാരെങ്കിലും ദൈവം ഉപയോഗിക്കും. കൃത്യമായി പറയുന്നത് പോലെ തന്നെ ദൈവമായ കർത്താവ് ചെയ്തു തരും. ഞാൻ നിങ്ങളോട് പറയുന്നു, എടുത്തിയാട്ടം നടത്താതെ തന്നിഷ്ടപ്രകാരം പോകാതെ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചേ, കർത്താവേ ഞാനെന്താ ചെയ്യേണ്ടത്, ഞാനെങ്ങനെ ജീവിക്കേണ്ടത്, ഞാൻ ആരുടെ കൂടെയാ, എൻ്റെ ജീവിത പങ്കാളി ആരായിരിക്കണം, കർത്താവേ എനിക്കൊരു ചെറിയ വീട് വേണമെന്നുണ്ട്, ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, എവിടെ ആയിരിക്കണം, എന്തായിരിക്കണം, ഞാൻ എന്ത് കോഴ്സാണ് പഠിക്കേണ്ടത്, ഞാൻ എവിടെയാണ്, ഇതെല്ലാം ചോദിക്ക്. നമ്മുടെ ദൈവം മിണ്ടാത്ത ദൈവമല്ല, വിചാരമില്ലാത്ത ദൈവമല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിന്നോട് പറയട്ടെ, നിനക്ക് ഇന്നതുപോലത്തെ ഒരു ഭാവി ഉണ്ടാകും, നിന്നെ ഇന്നിടത്തും മാനിക്കും. ആ പറയുന്നത് പോലെ കാണാൻ ദൈവമായ കർത്താവ് ഭാഗ്യം തരും. ദൈവമക്കളെ, നിശ്ചയമായും നമ്മുടെ ആശങ്ക കൂടി ഞാൻ ഇടയ്ക്ക് പറയുന്നത് പോലെ കുറുക്കു വഴികൾ ആത്മീയത്തിൽ തേടുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റുന്നത്. കർത്താവുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കട്ടെ. ഞാനിവിടെ 3-4 കൂട്ടം കാര്യങ്ങൾ ഈ പാരഗ്രാഫിൽ നിന്ന് പറയാം, നമുക്കൊരു പഠന സൗകര്യാർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി. ഒന്നാമത്തെ കാര്യം, 12ാമത്തെ വാക്യത്തിനകത്ത് കർത്താവ് അങ്ങോട്ട് ചോദിക്കുകയല്ല, നിങ്ങൾ മറന്നുപോയോ, പെസഹായല്ലേ നാളെ, എവിടെയെങ്കിലും പെസഹ ഒരുക്കണ്ടേ, എന്നാ ചിന്തിക്കാത്തതെന്ന് യേശു ചോദിക്കുകയല്ല. ഈ ശിഷ്യന്മാർ അങ്ങോട്ട് ചോദിക്കുക, ഗുരുവേ, നാഥ, അങ്ങേക്ക് ഞങ്ങൾ എവിടാണ് പെസഹ ഒരുക്കേണ്ടത്? അപ്പോൾ അവരാണ് ആ കാര്യം കർത്താവിനോട് പറയുന്നത്. അവരോർത്തിരുന്നു, അങ്ങേക്ക് പെസഹ ഒരുക്കണം, എൻ്റെ യേശുവിന് വേണ്ടി ഒരുക്കണം എന്ന് അങ്ങോട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഒരുക്കണം എന്ന വാക്ക് ഈ പാരഗ്രാഫിൽ ഒരുക്കുക, ഒരുക്കിയിരിക്കുന്നു, ഒരുക്കേണ്ടത് എന്ന വാക്ക് പല പ്രാവശ്യം വരുന്ന ഈ പാരഗ്രാഫിൽ. ഒന്നാമത്തത്, അവരാണ് ആഗ്രഹിച്ചത് എവിടെ ഒരുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ഹൃദയത്തിനകത്തൊരു ഒരാഗ്രഹം ഉണ്ടായിരിക്കണം, എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് ഒരുക്കണം, എനിക്ക് വേണ്ടി ചിലത് നടക്കണം, എൻ്റെ ജീവിതം ഇന്നതായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അത് അവരുടെ ഭാഗത്തുനിന്നുണ്ടായതാണ്. അപ്പോൾ യേശു പറഞ്ഞു, അതൊക്കെ തക്ക സമയത്ത് നടന്നോളൂന്നല്ല, അതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടെന്നുള്ളതല്ല. യേശു എല്ലാം നമ്മളോട് സഹകരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ യേശു പറഞ്ഞ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നഗരത്തിൽ ചെല്ലുവീൻ. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമ്മൾ നടപടിയിലേക്ക് ചെല്ലണം. ആ കർത്താവ് പറഞ്ഞതുപോലെ കാണണമെങ്കിൽ ഒന്ന്, നമ്മുടെ മനസ്സിനകത്തൊരാഗ്രഹം ഉണ്ടായിരിക്കണം. എവിടെ ആയിരിക്കണം ഞാൻ ജീവിക്കേണ്ടത്, എവിടെ ആയിരിക്കണം ഞാൻ ജോലി ചെയ്യേണ്ടത്, എവിടെ ആയിരിക്കണം എന്നത് ആദ്യത്തെ കാര്യം, ആഗ്രഹം. 2, അവിടെ അടച്ചിട്ട മുറിക്കകത്തിരുന്നാൽ
പുറത്തേക്ക് ഇറങ്ങാതിരുന്നാൽ നടക്കുകയില്ല. 2, അത് കാണണമെങ്കിൽ ചെല്ലണം. നഗരത്തിലേക്ക്, കാര്യങ്ങളിലേക്ക് ഒരു നടത്തിപ്പുണ്ടാകണം, ചെല്ലണം. അത് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവൻ്റെ പിന്നാലെ ചെല്ലണം. അപ്പോൾ അടുത്തത് 3-ാമത്തെ കാര്യം, നാം ശ്രദ്ധിക്കണം. കർത്താവ് പറഞ്ഞതുപോലത്തെ, നമുക്കുള്ള പ്രമാണം പോലത്തെ, നമ്മളോട് പറഞ്ഞതുപോലത്തെ ഒരടയാളം, അത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചതിനെ പിന്തുടരണം. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നവൻ്റെ പിന്നാലെ ചെല്ലണം. 3-ാമത്തത്, നീ ശ്രദ്ധിക്കുകയും അതിൻ്റെ പിന്നാലെ ശ്രദ്ധയോടെ ചെല്ലുകയും ചെയ്യണം. അടുത്തത് എന്താ ചെയ്യണം? നീ അവിടെ ചെന്ന് ചുമ്മാ നിൽക്കുകയല്ല, ആ വീട്ടുടയവനോട് പറയണം, വാ തുറന്ന് പറയണം. 3-ാമത്, ഒരു കാര്യം നടക്കണമെങ്കിൽ, ആ കാര്യം അതുപോലെ സംഭവിക്കണമെങ്കിൽ ഞാൻ ആരോടും ചോദിക്കില്ല, ഞാൻ ആരോടും പറയില്ല, ഞാനിങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞു നോക്കിയല്ല, നീ വാ തുറന്ന് പറയണം. എൻ്റെ ഗുരുവിന് എവിടാണ് പെസഹ ഒരുക്കേണ്ട ശാല എന്ന് നീ വാ തുറന്ന് പറയണം. ഇത് 4-ാമത്തത്. 5-ാമത്തത്, നീ ഒരു ചുക്കിലി പിടിച്ച് കിടക്കുന്ന മുറി കാണിച്ചു തരും. ഒരു ചൂലും കൊണ്ടുപോയി തൂത്തുവാരി ചെറു സോപ്പ് പൊടിയും കൂടി മേടിച്ച് കഴുകി, അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. നീ ചോദിച്ചു കഴിയുമ്പോൾ എല്ലാം ഒരുക്കപ്പെട്ടിരിക്കുക. ഒരുക്കപ്പെട്ടിരിക്കുന്നത് അവൻ നിന്നെ കാണിച്ചു തരും. ഇത് 4-ാമത്തത്, കാണിച്ചു തരും. 5-ാമത്തതാണ് കാണിച്ചു തരുമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴെഴുതിയിരിക്കുന്നത്, കർത്താവ് പറഞ്ഞതുപോലെ അവർ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നോടെ പറയാം. 1, നീ ആഗ്രഹിക്കണം. 2, അതിനു വേണ്ടി നീ ചെല്ലണം. 3, അതിനെ ശ്രദ്ധിക്കുകയും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യണം. 4, നീ ചോദിക്കണം. 5, നിനക്ക് വേണ്ടി കാണിച്ചു തരും, ഒരുക്കപ്പെട്ടിരിക്കുന്നത്. അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ കർത്താവ് എന്തു പറഞ്ഞോ അതുപോലെ തന്നെ നീ കാണാനിടയാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിന്നെയും അനുഗ്രഹ വാക്കുകളായി പറയുക. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ കാണാനൊക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ വീടിനെക്കുറിച്ച്, നിങ്ങളുടെ മക്കളെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് കർത്താവ് പറയട്ടെ. കർത്താവിനോട് ചോദിക്കണം. കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയും. അതിൻ്റെ ക്രമീകരണങ്ങൾ, അറേഞ്ച്മെൻറ്റ്സുകൾ, അത് സംഭവിക്കാനുള്ള മുഖാന്തരങ്ങൾ, എങ്ങനെ അത് കാണാൻ പറ്റുമെന്നുള്ള വഴികൾ, ഇതെല്ലാം പറയും. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നും പറയുന്നത് പോലെ ഇന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആത്മീക ജീവിതം എന്ന് പറയുന്നത് ഒരു പൊട്ടക്കണ്ണൻ തപ്പി നടക്കും പോലെ ഉള്ളതല്ല. ഒത്തു പോയാൽ പോയി എന്നുള്ളതല്ല. കൃത്യമായി കർത്താവുമായിട്ട് നമുക്ക് അഭേദ്യ ബന്ധത്തോടെ, കാര്യനിർവഹണത്തോടെ സംഭവിക്കുന്നതാണ്. അത് നടക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നോടെ പറയാം, നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ പറ്റട്ടെ. ഈ ഫെബ്രുവരിയിലേക്കൊക്കെ വരുമ്പോഴേക്കും കാണാൻ പറ്റട്ടെ. യേശു എന്തു പറഞ്ഞു അതുപോലത്തെ തന്നെ അതൊരു സാക്ഷ്യമായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് എന്തു പറഞ്ഞോ അതുപോലെ തന്നെ, കൊച്ചു കാര്യത്തിലാണെങ്കിൽ പോലും അതുപോലെ തന്നെ കാണാൻ ഞങ്ങളത് വിശ്വസിക്കുന്നപ്പ. അതിൻ്റെ നടപടികളിലേക്ക് വരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.